കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുന്നു. ശ്രീചിത്രയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അത് മാധ്യമങ്ങളെ കാണുന്നത്. തീരുമാനങ്ങളുമായിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവരും ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന നമുക്ക് നിയമങ്ങൾ തെറ്റിക്കാനൊക്കത്തില്ല. അത് പിന്നെ വലിയ കറപ്ഷനിലേക്ക് പോകും. ആ കറപ്ഷനും നിങ്ങൾക്ക് വിഷയമല്ലേ, ജനങ്ങളെയും അത് ബാധിക്കുന്നതല്ലേ. അപ്പൊ ആ കറപ്ഷൻ ഫ്രീ റെസൊല്യൂഷൻ അത് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ജനം വഴി വാങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി പോരാ എന്നുള്ള വിമർശനം അല്ല, അതൊക്കെ വിമർശനങ്ങളാണ്. ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ടല്ലോ. ഇതിപ്പോ 15ഓളം ശസ്ത്രക്രിയകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് എന്ന് തിരിച്ചു വീണ്ടും ഈ ശസ്ത്രക്രിയ അല്ല, ഇന്നെല്ലാം സാങ്കേതികമായി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നോർമലൈസ് ചെയ്യും. പക്ഷെ നാളെ മുതൽ അതിന്റെ പരിഹാര മാർഗങ്ങളെല്ലാം പ്രാവർത്തികമായി തുടങ്ങും. തുടങ്ങാൻ പറ്റും. അതിനെ സംബന്ധിച്ച് നാളെ മുതലല്ല, നാളെ മറ്റന്നാൾ കൊണ്ട് സപ്ലൈസ് വന്നു കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റും. അത്രയേ ഉള്ളൂ. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടിങ്, അങ്ങനെ ഒരു സാമ്പത്തിക സഹായം ശ്രീധരയ്ക്ക് നൽകാനുള്ള ആലോചനയുണ്ടോ? അല്ല, അത് ഒക്കെ അതിന്റെ ക്രമത്തിൽ വരുന്നുണ്ട്. ഇപ്പം കേന്ദ്രത്തിന്റെ ഫണ്ടിങ്ങിൽ തന്നെയല്ലേ ഈ പുതിയ കോംപ്ലക്സും ഒക്കെ വന്നിട്ടുണ്ട്. അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനൊക്കത്തില്ല. മിനിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആണ്. ഞാൻ ആ വകുപ്പിന്റെ മന്ത്രിയല്ല. അങ്ങനെ അതുമൊക്കെ ചർച്ച ചെയ്തു. അതിനെ സംബന്ധിച്ചൊക്കെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ അവര് ഒന്ന് റീവാമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യത്തിൽ ഒരു ലെയ്സൺ മിനിസ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിഷയങ്ങളുടെയും ഒരു റിപ്പോർട്ട് ഇപ്പൊ തന്നെ തയ്യാറാവും. ഫിനാൻസ് മിനിസ്ട്രിയിൽ പോകേണ്ട റിക്വസ്റ്റ് പോവും. CSRന്റെ കാര്യത്തിലുള്ള സപ്പോർട്ടിന് അതിനെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ചെയ്യും. വീഴ്ചകൾ ഉണ്ടാവും. എവിടെയാണ് വീഴ്ചകൾ ഉണ്ടാകുന്നത്? അല്ല, അതൊക്കെ അവർ പരിശോധിച്ചോളും. നമുക്കിപ്പോൾ അതല്ലല്ലോ വേണ്ടത്, റീവാമ്പ് ചെയ്യണം അല്ലേ. അത് എത്രയും പെട്ടെന്നാവണം. അത് സാധ്യമായിട്ടുണ്ട്. രോഗികളോട് പറയാനുള്ളത് 2 ദിവസത്തിനകം ശസ്ത്രക്രിയ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അത് ഹോസ്പിറ്റലിൽ നിന്ന് അതിനുള്ള റിലീസ് വരും, ഒഫീഷ്യൽ റിലീസ് വരും. അതും ചർച്ചയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ആ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്രമന്ത്രിമാരെ അറിയിക്കും. ഞാൻ ഡോക്ടർ വീണ ജോർജിനെയും ഞാൻ കാലത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത്, അതിനകത്തുള്ള പെൻഡിങ് പേയ്മെന്റ്സിന്റെ കാര്യം എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹൃദയത്തിന്റെ എനിക്ക് തോന്നുന്നു ഏകദേശം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8 ലക്ഷം രൂപയുടെ കാര്യത്തിലാണ് ഓഡിറ്റ് ഡിഫറൻസസ് ഉണ്ട്. അതും അവർ പരിഹരിക്കുന്നുണ്ട്. താങ്ക് യു. സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന് മുമ്പ് അദ്ദേഹം ശ്രീ ചിത്രതിനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചർച്ച നടത്തിയിരുന്നു. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ നിലയ്ക്കുകയാണ്. 3 ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന 15 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. ഈ പ്രശ്നത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് ഒരു അടിയന്തരമായ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. താനിതിൽ താൻ പങ്കെടുക്കുന്നത് തന്നെ ഒരു ലൈസൻസ് മിനിസ്റ്ററായിട്ടാണ്. മറ്റുള്ളവരെയും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഒക്കെ കണ്ട് അദ്ദേഹം ഇതിൻ്റെ റിപ്പോർട്ട് നൽകും. ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമം ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. സലീം മാലിക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. സലീം, ശ്രീചിത്രയിൽ അദ്ദേഹം നടത്തിയ മീറ്റിംഗ് അത് വളരെ വിജയപ്രദമായിരുന്നു. SKN ശ്രീചിത്രയിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം അത് വിജയകരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തന്നെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് കരാർ ഉൾപ്പെടെ വീണ്ടും പുതുതായി ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ഈ കരാർ പുതുക്കാത്തതായിരുന്നു. കരാർ ഒപ്പിടാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ടതിന് ശേഷം ഇപ്പോൾ പറയുന്നത് ഈ യോഗത്തിനിടയിൽ തന്നെ കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ കരാർ ഒപ്പിട്ടു എന്ന് മാത്രമല്ല, മാധ്യമങ്ങളിൽ വരുന്ന അത്രയും ഭീമാകരമായ പ്രശ്നം ഇവിടെ ഇല്ല
ഇല്ല എന്നുകൂടി പറയുന്നു. പക്ഷേ ഈ ശസ്ത്രക്രിയ മുടങ്ങുന്നത് എന്തായാലും അത് മാധ്യമ സൃഷ്ടിയല്ല. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളിൽ വന്ന ഈ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള വാർത്ത തെറ്റുമല്ല. അത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും ശ്രീചിത്രയിലുണ്ടായ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അതിൻ്റെ ഈ നാളെ മുതൽ തന്നെ അത് ഈ പരിഹാര മാർഗങ്ങൾ നടപ്പിലായി തുടങ്ങും. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി പരിഹരിക്കുകയും ചെയ്യും. 2 ദിവസത്തിനുള്ളിൽ തന്നെ മുടങ്ങിയ ശസ്ത്രക്രിയകൾ കൂടി പുനരാരംഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യം അതൊരു അഴിമതിരഹിത പരിഹാരം നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു. വളരെ തിടുക്കപ്പെട്ട എന്തെങ്കിലും നിലയിൽ ഒരു പരിഹാരം കണ്ടെത്തിയിരുന്നെങ്കിൽ അതിൽ അഴിമതി ഉണ്ടാവുമായിരുന്നു. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു അഴിമതിരഹിത പരിഹാരം എന്ന നിലയിൽ കുറച്ച് കാലതാമസം എടുത്തത് എന്നൊരു ന്യായീകരണം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയ പുനരാരംഭിക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2 മണിക്കൂറിലധികം നീണ്ട ചർച്ചയാണ് ഈ അധികൃതരുമായ ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയും നേരിട്ട് ഇടപെട്ടത്. ഒരു കേന്ദ്ര സർക്കാരിന്റെ ലൈസൺ ഓഫീസർ എന്ന നിലയിലാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ നിലവിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലിന് ശേഷം ഒരു റിപ്പോർട്ട് സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയ ചർച്ചകളിലെ വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ അതത് വകുപ്പുകളിലേക്ക് കൂടി സമർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം പൂർണ്ണമായ ഒരു പ്രതിസന്ധി പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ശസ്ത്രക്രിയ 2 ദിവസത്തിനുള്ളിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ആ നിലയിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. കാരണം രോഗികളെ നിലവിൽ ഇന്ന് വരേണ്ടതില്ല എന്നാണ്, ഈ ശസ്ത്രക്രിയയ്ക്ക് തീയതി നിശ്ചയിച്ച് നൽകിയ രോഗികളെ ഇന്ന് വരേണ്ടതില്ല എന്നാണ് വിളിച്ചറിയിച്ചത്. ആ പ്രതിസന്ധി ഉൾപ്പെടെ വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്ന ഇതോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. SKN.